ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് വളരെ അഭികാമ്യമാണ്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫൈനൊക്കെ അവർ തീരുമാനിക്കും, നമ്മളല്ല കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് ഞാൻ പറയുന്നത്, നമ്മളിങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, കൊടുത്തു പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് മനസ്സിലാക്കണം. എല്ലാം കൂടുതൽ മലയാളികൾ വെളിയിലാണല്ലോ. ഈ മലയാളികൾ അറിഞ്ഞിരിക്കേണ്ടതും എപ്പോഴും ഓർത്തിരിക്കേണ്ട 3 കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ GCC കൺട്രീസിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റിനും ടാക്സബിൾ ആണ് നിങ്ങളുടെ രാജ്യത്ത്. 2, നിങ്ങൾ 182 ഡേയ്സിൽ മേൽ ഇന്ത്യയിൽ താമസിച്ച ഇവിടെയുള്ള എല്ലാ FDക്കും നിങ്ങൾ ടാക്സ് കൊടുക്കണം. ഇന്ത്യയിൽ ടാക്സ് കൊടുക്കണം. 15 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ള ഒരു വ്യക്തിയാണ് ഒരു വർഷമെങ്കിൽ 121 ദിവസം ഇന്ത്യയിൽ താമസിച്ച ടാക്സ് കൊടുക്കണം. ഈ 3 കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് വളരെ അഭികാമ്യമാണ്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫൈനൊക്കെ അവർ തീരുമാനിക്കും, നമ്മളല്ല കൊടുക്കുക, അത്രേ ഉള്ളൂ. അത് ഞാൻ പറയുന്നത്, നമ്മളിങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, കൊടുത്തു പോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മേ ബി ചിലരിങ്ങനെ ആരും അറിയില്ല, ഇങ്ങനെ അങ്ങ് പോട്ടെ, കുറച്ചുകൂടെ പോട്ടെ എന്ന് വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചിന്തയൊക്കെ ഉണ്ട്, ശരിയായി കിട്ടും, ഉടനെ തന്നെ ശരിയായി കിട്ടും. അതൊക്കെ AI ഒക്കെ എടുത്ത് അവർ കൊടുക്കും. അപ്പോൾ വ്യക്തമായിട്ട് ചിന്തിച്ച് ചെയ്യുക, പ്ലാൻ ചെയ്യുക. അറിയില്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകളെ വിളിക്കുക, നമ്മളത് പറഞ്ഞു തരാം.